രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പിന്തുടർന്നു പോയ സമാധാന നയങ്ങളിൽ നിന്ന് ജപ്പാൻ പിന്നോട്ടേക്ക്. 8 പതിറ്റാണ്ടുകളായി ജപ്പാൻ സമാധാനത്തിന്റെ പാതയിലാണ്. അയൽരാജ്യമായ ചൈനയുടെ സൈനിക വളർച്ചയും റഷ്യയുടെ നീക്കങ്ങളും വടക്കൻ കൊറിയയുടെ ആണവ ഭീഷണിയും കണക്കിലെടുത്ത് പ്രതിരോധ സംവിധാനങ്ങൾ പരിഷ്കരിക്കാനൊരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായി GDP-യുടെ 1% മാത്രം പ്രതിരോധത്തിനായി മാറ്റിയിരുന്ന ജപ്പാൻ 2% ഉയർത്താൻ തീരുമാനിച്ചു. 2027 ഇത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ചെലവുള്ള രാജ്യങ്ങളിൽ 3-ാം സ്ഥാനത്ത് ജപ്പാൻ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2026 മാത്രമായി ഏകദേശം $58 ബില്യൺ റെക്കോർഡ് ബജറ്റാണ് ജപ്പാൻ നീക്കിവച്ചിരിക്കുന്നത്. എന്നാൽ ജപ്പാന്റെ ഈ മാറ്റങ്ങൾ ഏറ്റവുമധികം ആശങ്കയിലാക്കുന്നത് ചൈനയെയാണ്. എന്തുകൊണ്ടായിരിക്കും ചൈനയെ ഈ മാറ്റങ്ങൾ ബാധിക്കുന്നത്? ചൈനയുടെ അടുത്ത നീക്കമെന്ത് പരിശോധിക്കാം വിശദമായി. ഞാൻ അനശ്വര. ചൈനയ്ക്ക് ദിവസങ്ങൾ നീണ്ടുപോകുന്തോറും ആശങ്കയാണ്. മേഖലയിൽ മറ്റൊരു സൈനിക ശക്തി ഉയർന്നു വരുന്നതിനെ വളരെ കരുതലോടെയാണ് അവർ വീക്ഷിക്കുന്നത്. ജപ്പാന്റെ നയമാറ്റത്തെ തങ്ങൾക്ക് എതിരെയുള്ള നീക്കമായാണ് ചൈന കാണുന്നത്. ജപ്പാന്റെ സൈനിക വളർച്ച മേഖലയിലെ സമാധാനം തകർക്കുമെന്നും 2-ാം ലോക മഹായുദ്ധകാലത്തെ ക്രൂരതകൾ ആവർത്തിക്കപ്പെടുമെന്നും ചൈന ആരോപിക്കുന്നു. ജപ്പാൻ അമേരിക്കയുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയാണെന്നും ചൈന കുറ്റപ്പെടുത്തി. എന്നാൽ മാറുന്ന ആഗോള സാഹചര്യത്തിൽ പ്രാദേശികമായ സുസ്ഥിരത ഉറപ്പാക്കാൻ തങ്ങളുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് ജപ്പാന്റെ നിലപാട്. ലോകത്ത് ആണവാക്രമണത്തിന് ഇരയായ ഏക രാജ്യമെന്ന നിലയിൽ ആണവായുധങ്ങളോട് കടുത്ത വിയോജിപ്പ് ജപ്പാനിൽ നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ആണവായുധങ്ങളുടെ പങ്ക് പുനഃപരിശോധിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകൾ ജപ്പാൻ ഭരണകൂടത്തിന് ഇടയിൽ നടക്കുന്നുണ്ട്. അത് വലിയ മാറ്റമായി കാണപ്പെടുന്നു. എങ്കിലും 75% ജപ്പാൻ ജനതയും ആണവായുധങ്ങൾ വേണ്ട എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. ആണവായുധങ്ങൾ നിർമ്മിക്കുകയില്ല, അവ കൈവശം വയ്ക്കില്ല, മറ്റ് രാജ്യങ്ങളുടെ ആണവായുധങ്ങൾ ജപ്പാൻ മണ്ണിലേക്ക് കൊണ്ടുവരാനോ താവളം ഒരുക്കാനോ അനുവദിക്കില്ല തുടങ്ങിയ 3 തത്വങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു ജപ്പാന്റെ ആണവായുധ നയം. 1967 രാജ്യത്തിന്റെ സുരക്ഷാ നയത്തിന്റെ ഭാഗമായി രൂപീകരിച്ച ഈ നയം 3 നോൺ ന്യൂക്ലിയർ പ്രിൻസിപ്പിൾസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹിരോഷിമയിലെയും നാഗസാക്കിയിലെയും ആണവാക്രമണത്തിന് ശേഷം സമാധാനത്തിൽ ഊന്നിയ പ്രതിരോധ നയം സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ജപ്പാൻ ഈ ഉറച്ച നിലപാട് സ്വീകരിച്ചിരുന്നത്. ഈ നയത്തിൽ മാറ്റം വരുമോ എന്നാണ് ലോകം നിരീക്ഷിക്കുന്നത്. ശത്രു രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള ദീർഘദൂര മിസൈലുകൾ ജപ്പാൻ സ്വന്തമാക്കാനുള്ള ശ്രമത്തിലാണ്. പ്രതിരോധം മാത്രം ലക്ഷ്യമിട്ടിരുന്ന ജപ്പാന്റെ മുൻകാല നയങ്ങളിൽ നിന്നുള്ള വലിയ മാറ്റമാണിത്. ഇതിനു പുറമെ മാരകായുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ ഉണ്ടായിരുന്ന 80 വർഷത്തെ വിലക്കും ജപ്പാൻ നീക്കി. ഇതിലൂടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള 17 സൗഹൃദ രാജ്യങ്ങളിലേക്ക് ഇനി ജപ്പാന് ആയുധങ്ങൾ കൈമാറാൻ സാധിക്കും. ഇതുമാത്രമല്ല, വിവരശേഖരണത്തിനായി അമേരിക്കയുടെ CIA മാതൃകയിൽ കേന്ദ്രീകൃത ഇന്റലിജൻസ് ഏജൻസി രൂപീകരിക്കാൻ പ്രധാനമന്ത്രി സനി തകച്ചിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തീരുമാനിച്ചതും നിർണായക നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഫിലിപ്പീൻസിൽ നടന്ന ആസിയാൻ ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയോ എന്ന വിഷയത്തിൽ പരസ്പര വിരുദ്ധമായാണ് ചൈനയും ജപ്പാനും പ്രതികരിച്ചത്. ചൈനയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ജപ്പാൻ നടത്തുന്നുണ്ട്. എങ്കിലും ചൈന അകലം പാലിക്കുകയാണ്. തായ്വാൻ വിഷയത്തിൽ അമേരിക്കൻ താൽപര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജപ്പാനുമായി നവംബർ മുതൽ ചൈന ബന്ധം അവസാനിപ്പിച്ചിരിക്കുകയാണ്. തായ്വാനിൽ സൈനിക നീക്കം ഉണ്ടായാൽ ജപ്പാൻ ഇടപെടുമെന്ന പ്രധാനമന്ത്രി തകൈച്ചിയുടെ പ്രകോപനപരമായ പ്രസ്താവനയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയത്. സ്വയം പ്രതിരോധം എന്ന വ്യാജേന അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് സൈനിക സഹായം നൽകാൻ തയ്യാറാകുന്ന ജപ്പാന്റെ നയം ഇന്തോ പസഫിക് മേഖലയിലെ സമാധാനത്തിന് കനത്ത ഭീഷണിയാണ്. തായ്വാനിൽ യുദ്ധോപകരണങ്ങളും ആയുധങ്ങളും എത്തിച്ചു നൽകുന്നത് അമേരിക്കയാണ്. ഇതിനെ ചൈന ശക്തമായി എതിർക്കുന്നുണ്ട്. ആഭ്യന്തര വിഷയങ്ങളിലും മേഖലയിലും അമേരിക്കയുടെയും ജപ്പാന്റെയും അനാവശ്യ ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ചൈന. ജപ്പാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര സാമ്പത്തിക ബന്ധങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ജപ്പാനിലേക്കുള്ള ചൈനീസ് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലും വൻ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഭയന്ന് ചൈനയുമായി സമവായത്തിലെത്തിയെന്ന് വരുത്തി തീർക്കാനാണ് ജപ്പാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. തായ്വാനിൽ മിസൈലുകൾ വിന്യസിക്കാനുള്ള ജപ്പാന്റെ നീക്കത്തിനെതിരെ ചൈന രംഗത്തെത്തിയിരുന്നു. പ്രദേശത്ത് മനഃപൂർവ്വം സംഘർഷം സൃഷ്ടിക്കുന്നതും സൈനികമായ പ്രകോപനം സൃഷ്ടിക്കുന്നതുമാണ് ജപ്പാന്റെ നീക്കമെന്നാണ് ചൈന വ്യക്തമാക്കുന്നത്. ജപ്പാനും ചൈനയ്ക്കുമിടയിലുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്ന പശ്ചാത്തലത്തിലാണ് ചൈനയുടെ പ്രതികരണം. വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാവോ നിങ്ങാണ് ജപ്പാന് എതിരെയുള്ള ചൈനീസ് നിലപാട് വ്യക്തമാക്കിയത്. ജനാധിപത്യപരമായി ഭരിക്കുന്ന തായ്വാന് എതിരായി ചൈനീസ് ആക്രമണം ഉണ്ടായാൽ ടോക്കിയോയിൽ നിന്ന് സൈനിക പ്രതികരണം ഉണ്ടാകുമെന്നായിരുന്നു വിവരങ്ങൾ.